ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ രുചി സ്പോട്ട്. ഇന്ന് നമ്മൾ ഒരു ബീഫ് വരട്ടിയതാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല നാടൻ ബീഫ് വരട്ടിയതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അത് ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം മുഴുവൻ ഒഴിവാക്കി കളയേണ്ടതുണ്ട്. ബീഫ് നല്ലപോലെ വൃത്തിയാക്കി കഴുകുക. അതിനുശേഷം ഇതിനകത്തുള്ള വെള്ളം മുഴുവൻ ഒരു ഹോൾസുള്ള ബൗളിൽ ഇട്ടതിന് ശേഷം ഒഴിവാക്കേണ്ടതുണ്ട്. അരമണിക്കൂർ അങ്ങനെ വെച്ചതിന് ശേഷം അതിലുള്ള വെള്ളം മുഴുവൻ വറ്റും. അതിനകത്തേക്ക് ശേഷം നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ആഡ് ചെയ്യുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇതിനകത്ത് പിടിച്ച് നല്ല ഒരു ടേസ്റ്റ് വരികയുള്ളൂ. ശേഷം ഇത് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് ഒരു 7 വിസിൽ വരുത്തണം. 7 വിസിലാകുമ്പോഴേക്കും മാത്രമേ ഈ ബീഫ് നല്ലപോലെ വെന്ത് കിട്ടൂ. ശേഷം നമ്മളൊരു ഉരുളിയിലാണ് ഇത് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിനകത്ത് ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയത് മാറ്റി വയ്ക്കുക. ആ വെളിച്ചെണ്ണയിലേക്ക് മാറ്റി വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ കടുക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശേഷം ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വഴറ്റണം. അതിനകത്തേക്ക് കടുക് ആഡ് ചെയ്യുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കണം. ദെൻ അതിനകത്തേക്ക് നമ്മൾ 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബീഫ് വരട്ടിയതിൻ്റെ നാടൻ ബീഫ് വരട്ടിയതിൻ്റെ ടേസ്റ്റ് അതാണ്. പിന്നെ കുരുമുളക് പൊടിയും കറിവേപ്പിലയും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ബീഫ് മസാലപ്പൊടിയും ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ ഇതിനകത്ത് എല്ലാം കൂടെ ആഡ് ചെയ്യുക. കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നു. ശേഷം ബീഫ് മസാലപ്പൊടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാലാണ് നമ്മൾ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത്. ഈ തേങ്ങാപ്പാലും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്താലാണ് ഇതിൻ്റെ തനതായ രുചി വരികയുള്ളൂ. തേങ്ങാപ്പാൽ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കണം. ശേഷം വെള്ളം മുഴുവൻ വറ്റി വരുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ തനതായ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. 10 മിനിറ്റോളം ഇത് നമ്മൾ ഇങ്ങനെ വേവിച്ചു കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ഇതിനകത്തുള്ള വെള്ളം മുഴുവൻ വറ്റി ഇതൊരു നല്ല സോഫ്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതാ ഏകദേശം നമ്മുടെ ബീഫ് റെഡി ആയിട്ടിരിക്കുകയാണ്. വറ്റി വരുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യണം. അതും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ കുറച്ചുകൂടെ വെള്ളം ഇതിനകത്ത് വറ്റി വരാനുണ്ട്. അതും കൂടെ വറ്റിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങാക്കൊത്ത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ 1 മിനിറ്റ് മാത്രം നമ്മളിത് വീണ്ടും അടുപ്പിൽ വയ്ക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളിത് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉരുളിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് പെട്ടെന്ന് തന്നെ ഉരുളിയിൽ നിന്നും വേറൊരു ബൗളിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അതിന് ടേസ്റ്റ് വ്യത്യാസം വരും. അത് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ ഈ നാടൻ ബീഫ് വരട്ടിയത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.